ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗണിതം പഠിക്കാൻ പോവാണ്. ഗണിതം മധുരം എന്നാണല്ലോ. ഗണിതത്തിന് പേടിയുണ്ടോ ആർക്കെങ്കിലും? അപ്പോൾ പേടിയൊന്നും വേണ്ട. ഗണിതം ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ടീച്ചറിനെക്കാട്ടിലുപരി ആസ് എ ഫ്രണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഓരോ കുട്ടിനെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ആർക്കും പേടി വേണ്ട, ഗണിതത്തെ നമുക്ക് മധുരമുള്ളതാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക. 8075324835 8075 324 835. വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാ വിഷയത്തിനും ട്യൂഷൻ ലഭ്യമാണ്. ഓരോ കുട്ടികൾക്കും പ്രത്യേകം ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം സംഖ്യാശ്രേണി. ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണികളുടെ ബന്ധം കണ്ടെത്തി സംഖ്യകൾ കൂടെ കണ്ടെത്തി. സംഖ്യാശ്രേണികൾ വിപുലീകരിക്കുക. ആദ്യം നമ്മൾ ഈ സംഖ്യാശ്രേണി നോക്കണം. അപ്പോൾ അത് തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടാവും. ആ ബന്ധം കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ബാക്കിയുള്ള സംഖ്യകൾ നമ്മൾ പൂരിപ്പിക്കാൻ. ഓക്കെ, ഞാനിവിടെ ബന്ധം കണ്ടെത്തി ബാക്കിയുള്ള സംഖ്യകൾ പൂരിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ബന്ധം? 3, 5, 8, 13, 22. എന്താണ് ബന്ധം? ആലോചിച്ച് നോക്കിക്കേ, എന്തെങ്കിലും ബന്ധമുണ്ടോ? 3ഉം 5ഉം 8 നിങ്ങൾക്കറിയാമോ? 5ഉം 8ഉം 13 അല്ലേ? 8ഉം 13ഉം 22 അല്ലേ? തൊട്ടടുത്ത സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ടാണ് അടുത്ത സംഖ്യ എഴുതിയിട്ടുള്ളത്. സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ അടുത്ത സംഖ്യ എഴുതി. അപ്പോൾ നമ്മൾ അടുത്ത സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? 13ഉം 22ഉം ഈ സൈഡിൽ നോക്കുക, ഞാൻ കൂട്ടിയിട്ടുണ്ട്. 13ഉം 22ഉം കൂട്ടിയിട്ട് 35 കിട്ടി. ഇനി 22ഉം 35ഉം കൂട്ടിയപ്പം 57 കിട്ടി. 57ഉം 35ഉം കൂട്ടിയപ്പം 92 കിട്ടി. ഇനി അടുത്തത് നോക്കൂ. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കൂട്ടിയതാണ്. 3ഉം 5ഉം കൂട്ടി, 5ഉം 8ഉം കൂട്ടി, 8ഉം 13ഉം കൂട്ടി, 13ഉം 22ഉം കൂട്ടി, 22ഉം 35ഉം കൂട്ടി, 35ഉം 57ഉം കൂട്ടി, 57ഉം 92ഉം കൂട്ടി നമുക്ക് അടുത്ത സംഖ്യ കിട്ടും. ഇനി രണ്ടാമത്തെ സെറ്റ് നോക്കൂ. 1, 4, 9, 16, 25. അടുത്ത സംഖ്യ ഏതായിരിക്കും? 1ഉം 4ഉം കൂട്ടിയാൽ 9 കിട്ടുമോ? ഇല്ല. അപ്പോൾ ആ ഒരു ബന്ധമല്ല ഇവ തമ്മിലുള്ളത്. ഇനി 1ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4ൽ നിന്ന് 1 കുറച്ച് നോക്കൂ, 3 ആണല്ലേ? ഇനി 9ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസമോ? 5. 16ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 7. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായി? 3, 5, 7 ഇങ്ങനെയാണ് വ്യത്യാസങ്ങൾ പോകുന്നത്. അടുത്ത വ്യത്യാസം എത്രയായിരിക്കും? അടുത്ത ഒറ്റ സംഖ്യ ഏതാണ്? 9 ആയിരിക്കും അടുത്ത വ്യത്യാസം. അപ്പോൾ 25, 9ഉം 16ഉം 9ഉമാണ് 25. ഇനി 25 അടുത്ത ഒറ്റ സംഖ്യ 9 കഴിഞ്ഞിട്ടുള്ള ഒറ്റ സംഖ്യ 11 ആണ്. അപ്പോൾ 25ഉം 11ഉം 36. 36ഉം 13ഉം 49. 49ഉം 15ഉം 64. അപ്പോൾ ഒറ്റ സംഖ്യകൾ ഇങ്ങനെ അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ് ഇവ തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെറ്റ് നോക്കൂ. 1, 9. ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യയും ഏറ്റവും വലിയ ഒരക്ക സംഖ്യയും 1ഉം 9ഉം. ഇനി അടുത്തത് 10, 99. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യയും ഏറ്റവും ചെറിയ വലിയ രണ്ടക്ക സംഖ്യയും. ഇനി ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 100. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 999. ഇനി ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? 1000. ഏറ്റവും വലിയ നാലക്ക സംഖ്യയോ? 9999. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്കൊരു ചോദ്യമാണ്. ബാബുവിന് 1420 രൂപയുടെയും നാഫിയയ്ക്ക് 1580 രൂപയുടെയും ജോണിക്ക് 1605. ചുമ്മാ ഇങ്ങനെ ചോദ്യം വായിച്ച് പോവരുത്. ഞാൻ ട്രിക്സ് ആണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ
അപ്പോൾ ഇതൊന്നും ആദ്യം ഒരൊറ്റ വായന വായിക്കുക. ബാബുവിന് 1420 രൂപയുടെയും നാഫിയയ്ക്ക് 1580 രൂപയുടെയും ജോണിക്ക് 1605 രൂപയുടെയും ബാങ്ക് നിക്ഷേപമുണ്ട്. ബാബുവിൻ്റെയും നാഫിയുടെയും നിക്ഷേപത്തിൻ്റെ ആകെ തുകയുടെ പകുതിയാണ് സിത്താരയുടെ നിക്ഷേപം. ജോണിയുടെയും നാഫിയുടെയും ആകെ നിക്ഷേപത്തിനോട് 120 രൂപ കൂട്ടിയാൽ ബിന്ദുവിൻ്റെ നിക്ഷേപമായി. സിത്താരയുടെയും ബിന്ദുവിൻ്റെയും നിക്ഷേപത്തിൻ്റെ ആകെ തുകയ്ക്ക് തുല്യമാണ് താഹിറയുടെ നിക്ഷേപം. എങ്കിൽ താഹിറയുടെ നിക്ഷേപം എത്ര? ഒന്നും മനസ്സിലായി കാണില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? ട്രിക്സാണ്, നല്ലോണം മനസ്സിരുത്തി നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആരൊക്കെ പേര് പറയുന്നുണ്ട് അത് മാത്രം കുറച്ച് വിട്ട് നിങ്ങൾ എഴുതുക. അടുത്തടുത്ത് എഴുതരുത്, കുറച്ച് വിട്ട് എഴുതുക. ബാബു എഴുതുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്, നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാബു ഉണ്ട്, നാഫിയുണ്ട്, ജോണിയുണ്ട്, പിന്നെയോ സിത്താരയുണ്ട്, വായിച്ചു നോക്കുക, ബിന്ദു ഉണ്ട്, താഹിറയുണ്ട്. 6 പേരുണ്ട്. ആരൊക്കെയുണ്ട്? ബാബു, നാഫിയ, ജോണി, സിത്താര, ബിന്ദു, താഹിറ. അപ്പം നിങ്ങളെല്ലാവരും ഇവരുടെ പേര് എഴുതിയോ? ഇനി ബാബുവിൻ്റെ നേരെ അവരുടെ നിക്ഷേപത്തിൻ്റെ തുകയാണ് കേട്ടോ, 1420 തന്നിട്ടുണ്ട്, എഴുതുക. നാഫിയയുടെ നേരെ എഴുതുക 1580 തന്നിട്ടുണ്ട് അല്ലേ. ജോണിയുടെ നേരെ എഴുതുക 1605. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സിത്താരയുടേത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സിത്താരൻ്റെ പ്രത്യേകത എന്തോ തന്നിട്ടുണ്ട്. ബാബുവിൻ്റെയും നാഫിയയുടെയും നിക്ഷേപത്തിൻ്റെ ആകെ തുകയുടെ പകുതി. അപ്പോൾ ബാബുവിൻ്റെ തന്നിട്ടുണ്ട്, നാഫിയൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കൂട്ടിയതിൻ്റെ തുകയുടെ പകുതിയാണ് സിത്താരയുടെ നിക്ഷേപം. അപ്പോൾ സിമ്പിളാണല്ലോ. ബാബുവിൻ്റെതും നാഫിയൻ്റെതും 1420 1580 കൂട്ടുക, അതിൻ്റെ പകുതിയാക്കുക. കൂട്ടിയാൽ നിങ്ങൾക്ക് 3000 കിട്ടും, അതിൻ്റെ പകുതി 1500. നോക്കൂ, ഞാൻ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് ഇവിടെ എഴുതിയതാണ്. ബാബു, നാഫിയ, ജോണി, സിത്താര, ബിന്ദു, താഹിറ. ബാബുവിൻ്റെ തന്നിട്ടുണ്ട്, നാഫിയൻ്റെതും തന്നിട്ടുണ്ട്. ഇനി ഞാൻ അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എനിക്ക് 3000 കിട്ടി. ഞാൻ താഴെ എഴുതിയത് കണ്ടോ? അപ്പോൾ ഈ 3000ൻ്റെ പകുതി 1500, 3000ൻ്റെ പകുതി 1500. ഇതാണ് സിത്താരയുടെ നിക്ഷേപം. അവിടെ സിത്താരയുടേത് കിട്ടിയല്ലോ. ഇനി ഈ ജോണിയുടെയും നാഫിയയുടെയും ആകെ തുകയില്ലേ, അവരുടെ നിക്ഷേപത്തിൻ്റെ തുക, അതായത് 1605നോട് നമ്മുടെ നാഫിയയുടെ 1580 കൂട്ടുക. അപ്പം നമുക്ക് 3185 കിട്ടും. ഈ 3185നോട് 120 രൂപ കൂട്ടിയാൽ ബിന്ദുവിൻ്റെ നിക്ഷേപമായി എന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ തുകയോട് നമ്മൾ 120 കൂട്ടുക. അപ്പോൾ 3305 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ബിന്ദുവിൻ്റെത് കിട്ടി, സിത്താരയുടേത് കിട്ടി. ഇനി നമ്മൾ താഹിറിൻ്റെതാണ് കണ്ടുപിടിക്കേണ്ടത്. സിത്താരയുടെയും ബിന്ദുവിൻ്റെയും നിക്ഷേപത്തിൻ്റെ ആകെ തുകയ്ക്ക് തുല്യമാണ് താഹിറയുടെ നിക്ഷേപം. അപ്പോൾ സിത്താരൻ്റെത് 1500 ബിന്ദുവിൻ്റെത് 3305. അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതിയല്ലോ താഹിറയുടെ നിക്ഷേപം കിട്ടാൻ. ഞാൻ അത് രണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ട്. കൂട്ടിയ സമയത്ത് എനിക്ക് 4805 എന്ന് കിട്ടി. അപ്പം നിങ്ങൾ മനസ്സിരുത്തി ചോദ്യം വായിക്കുക. ആരൊക്കെ പേര് തന്നിട്ടുണ്ടോ അത് ആദ്യം എഴുതി വെക്കുക. കുറച്ച് വിട്ട് എഴുതി വെക്കുക. ഞാൻ ആദ്യം പേരാണ് എഴുതി വെച്ചത്. അത് കഴിഞ്ഞ് ചോദ്യത്തിൽ ആരതൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത് എഴുതി വെക്കുക. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഓരോന്നോരോന്ന് അത് തമ്മിലുള്ള ബന്ധം ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും, അതിനനുസരിച്ച് ചെയ്തു പോവുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യവും ഇതേപോലെ എഴുതുക. ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക. സ്കൂൾ വികസന നിധിയിലേക്ക് PTA അംഗങ്ങൾ 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സംഭാവന പിരിച്ചെടുത്തു. ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 600 രൂപ, രണ്ടാമത്തെ ഗ്രൂപ്പിനേക്കാൾ 400 രൂപയും കൂടുതലായിരുന്നു മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചത്. എന്നാൽ അഞ്ചാമത്തെ ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 550 രൂപ കൂടുതലും മൂന്നാമത്തെ ഗ്രൂപ്പിന് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 200 രൂപ കുറവുമായിരുന്നു. നാലാമത്തെ ഗ്രൂപ്പ് 4200 രൂപയാണ് പിരിച്ചെടുത്തതെങ്കിൽ മറ്റു ഗ്രൂപ്പുകൾ പിരിച്ചെടുത്ത തുക എത്ര? ആകെ എത്ര രൂപ കിട്ടി? അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ പേര് എഴുതി ഇവിടെ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 5 എന്ന് എഴുതി വെക്കുക. കുറച്ച് വിട്ട് എഴുതി വെക്കുക. എന്താ തന്നിട്ടുള്ളത്? നാലാമത്തെ ഗ്രൂപ്പിൻ്റെത് മാത്രമേ കറക്റ്റ് എത്ര ക്യാഷ് ആണെന്ന് തന്നിട്ടുള്ളൂ. അപ്പോൾ അത് അവിടെ എഴുതുക. നാലാമത്തെ ഗ്രൂപ്പ് 4200. ഇനി എന്ത് തന്നിട്ടുണ്ട്?
മൂന്നാമത്തെ ഗ്രൂപ്പിന് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 200 രൂപ കുറവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പിന് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 200 രൂപ കുറവാണ്. അപ്പോൾ 4200-ന് 200 രൂപ കുറവാണ് മൂന്നാമത്തെ ഗ്രൂപ്പിന്. അപ്പോൾ അത് 4000 ആണെന്ന് നമുക്കറിയാം. അത് 3 കിട്ടി നമുക്ക്. ഗ്രൂപ്പ് 4 കിട്ടി, ഗ്രൂപ്പ് 3 കിട്ടി. ഇനി അടുത്തത് നോക്കൂ. ഇനി അടുത്ത ബന്ധം എന്താണെന്ന് നോക്കാം. അഞ്ചാമത്തെ ഗ്രൂപ്പിന് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 550 രൂപ കൂടുതലാണ്. അപ്പോൾ അഞ്ചാമത്തെ ഗ്രൂപ്പിന് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 550 രൂപ കൂടുതലാണ്. അപ്പോൾ 4200-നോട് 550 കൂട്ടിയാൽ നമുക്ക് അഞ്ചാം ഗ്രൂപ്പിൻ്റെത് കിട്ടും, 4750. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെത് കണ്ടുപിടിക്കണം. നോക്കൂ, ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 600 രൂപയും രണ്ടാമത്തെ ഗ്രൂപ്പിനേക്കാൾ 400 രൂപയും കൂടുതലാണ് മൂന്നാമത്തെ ഗ്രൂപ്പിന്. അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ 4000-ൽ നിന്ന് 600 കുറച്ചാൽ ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിന് 600 രൂപ കൂടുതലാണ്, ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 600 രൂപ കൂടുതലാണ് മൂന്നാമത്തെ ഗ്രൂപ്പിന്. അപ്പോൾ 3400-നേക്കാൾ 600 കൂടുതലാണ് 4000. അടുത്തത് 3600-നേക്കാൾ 400 കൂടുതലാണ് 4000. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പും കിട്ടി, രണ്ടാമത്തെ ഗ്രൂപ്പും കിട്ടി. കുറച്ച് കോംപ്ലിക്കേറ്റഡ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ ടഫാണെന്ന് തോന്നും. പക്ഷേ ഇങ്ങനെ എഴുതിയാൽ, ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതി പോയാൽ നിങ്ങൾക്ക് വെരി ഈസിയാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാം, തെറ്റിപ്പോവേയില്ല. ഓരോ വരി വായിച്ച് 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 ആ ഗ്രൂപ്പിൻ്റെത് കണ്ടുപിടിച്ച് പോവുക. ഫസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക, ഓരോന്ന് തന്നത് എഴുതുക, അങ്ങനെ കണക്ഷൻ വെച്ച് എഴുതി പോവുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, 8075324835. ഓക്കെ, താങ്ക് യു.